Hi friends, welcome to my channel. This is DT from Dake. This is Elizabethan Age last part for first sem BA English History of English Literature exam. Elizabethan, in this age, drama flourished abundantly, or the most striking feature of the Elizabethan age is the rise of English drama. എലിസബത്തൻ ഏജിൻ്റെ സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഡ്രാമ റൈസ് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഡ്രാമ ഫ്ലറിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഡ്രാമ ഹാഡ് ഒറിജിനേറ്റഡ് ബിഫോർ റിനൈസൻസിന് മുന്നേ ഡ്രാമ ഒറിജിൻ ചെയ്തതാണ്. ആൻഡ് ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ഗോബഡക് വിച്ച് വാസ് റിട്ടൺ ബൈ തോമസ് നോട്ടൺ ആൻഡ് തോമസ് സാക്വി. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇംഗ്ലീഷ് കോമഡി റാൽഫ് ഡോയിസ്റ്റർ വിച്ച് വാസ് റിട്ടൺ ബൈ Nicholas Udall, which is known as the first English comedy. And next നമ്മൾ നേരെ യൂണിവേഴ്സിറ്റി വിറ്റ്സിലേക്ക് പോവാം. ക്ലാസിക്കൽ ഇൻഫ്ലുവൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലാസിക്കൽ തീംസിൽ എഴുതുന്ന റിവെഞ്ചിഫുള്ളായിട്ടുള്ള തീംസിൽ എഴുതുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് ഈസ് സീൻ ഇൻ ദ വർക്ക്സ് ഓഫ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ മാർലോ, അല്ലെങ്കിൽ നമുക്ക് ദ ചീഫ് എക്സ്പോണൻ്റ് ഓഫ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഈസ് ക്രിസ്റ്റഫർ മാർലോ. പിന്നെ അതർ മെമ്പേഴ്സ് ജോൺ ലില്ലി, റോബർട്ട് ഗ്രീൻ, ജോർജ് പീൽ, തോമസ് ലോഡ്ജ്, തോമസ് നാഷ്, തോമസ് കിഡ്. അപ്പോൾ ഇവരിലൂടെയൊക്കെ ഇംഗ്ലീഷ് ഡ്രാമ ഫ്ലറിഷ് ചെയ്യുകയാണ് എലിസബത്തൻ ഏജിൽ. Next is William Shakespeare. He is unquestionably the greatest poet and dramatist. നമ്മൾ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഡ്രാമാറ്റിസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന റൈറ്റർ വില്യം ഷേക്സ്പിയർ എലിസബത്തൻ ഏജിലെ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ആണ്. ഹി വാസ് എ പോയറ്റ്, പ്ലേ റൈറ്റ്, ആൻഡ് ഹി വാസ് ഫേമസ് ആസ് എ ഡ്രാമാറ്റിസ്റ്റ്. ഓക്കെ, അടുത്തത് വില്യം ഷേക്സ്പിയറിൻ്റെ ആ ഒരു ലിറ്റററി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ആണ്. 37 പ്ലേസ് എഴുതിയിട്ടുണ്ട്, 154 സോണറ്റ്സും 2 ലോങ് പോംസുമാണ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ. ആൻഡ് വില്യം ഷേക്സ്പിയറിൻ്റെ ലിറ്റററി കരിയർ 24 ഇയേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ലിറ്റററി കരിയറിന് തന്നെ നമ്മൾ 4 പീരിയഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പീരീഡ് ഇസ് പീരീഡ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ. ഈ എക്സ്പെരിമെൻറ്റേഷനിൽ നമുക്കറിയാം, ആരായാലും എഴുതി തുടങ്ങുമ്പോൾ എക്സ്പെരിമെൻറ്റേഷനാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഴുതി തുടങ്ങുന്നതല്ലേ, കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കും. ആ ഒരു ടൈമിൽ എഴുതിയിരിക്കുന്ന പ്ലേസൊക്കെ ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ 2 ലോങ് നറേറ്റീവ് പോംസും ഈ പീരീഡ് ഓഫ് എക്സ്പെരിമെൻറ്റേഷനിൽ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, റിച്ചാർഡ് സെക്കൻഡ്, കോമഡി ഓഫ് എറോസ്, ഇതൊക്കെ വരുന്നത് ഈ ഒരു പീരീഡിലാണ്. സെക്കൻഡ് പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത്. തേർഡ് പീരീഡ് ഓഫ് ബ്ലൂം ആൻഡ് ഫുൾ മെച്യൂരിറ്റി എന്ന് പറയാം. ഫോർത്ത് പീരീഡ് ഓഫ് സെറനിറ്റി ഓർ പീരീഡ് ഓഫ് കാംനെസ് എന്ന്. ഓക്കെ, ഇപ്പോൾ വില്യം ഷേക്സ്പിയറിന് വർക്ക്സുകളൊക്കെ നമ്മൾ ഓർത്ത് മെൻഷൻ ചെയ്യണം. ട്രാജഡി കോമഡി, ട്രാജിക് കോമഡി, റൊമാൻസ് അല്ലേ, ടെമ്പസ്റ്റ് ആണ് ലാസ്റ്റ് പ്ലേ, അതൊരു റൊമാൻസ് ആണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബെൻ ജോൺസനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം, കാരണം ഈ ബിലോങ്സ് ടു ദി എലിസബത്തൻ ഏജ്. എലിസബത്തൻ ഏജിൻ്റെ ലാസ്റ്റിൽ വരുന്ന 17th സെഞ്ച്വറിയുടെ ബിഗിനിങ്, 17th സെഞ്ച്വറിയിലും ബെൻ ജോൺസനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെൻ ജോൺസൺ എന്ന് പറയുന്നത് ഹി വാസ് ഫ്രണ്ട് ഓഫ് ഷേക്സ്പിയറിൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ കോമഡീസിലാണ് ഏറ്റവും ഫേമസ് ആയിട്ട് മാറിയത് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. ആ തിയറി ഓഫ് ഹ്യൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എഴുതിയിരിക്കുന്നത്. എവരി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ആൻഡ് എവരി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, ഇതൊക്കെ ഏർലി കോമഡീസ് ഓഫ് ബെൻ ജോൺസനാണ്. അതുപോലെ സൈലൻറ്റ് വുമൺ, ഫോക്സ്, ആൽക്കമിസ്റ്റ്, ഓൾപോൺ, ഇതൊക്കെ ബെൻ ജോൺസൺ എഴുതിയ കോമഡീസാണ്. അതുപോലെ ബെൻ ജോൺസൺ ആസ് എ ഗ്രേറ്റ് റൈറ്റർ ഓഫ് കോമഡീസ്, ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈസ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. ഇതൊക്കെയാണ് ബെൻ ജോൺസൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി എലിസബത്തൻ ഏജിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രാമാറ്റിസ്റ്റാണ് ബെൻ ജോൺസൺ. ഹി വാസ് ഫ്രണ്ട് ഓഫ് ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയറിൻ്റെ ഫ്രണ്ടാണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു എലിസബത്തൻ ഏജ് കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ എസ്സേയിൽ എഴുതാനുള്ളത് കേട്ടോ. അപ്പോൾ എലിസബത്തൻ ഏജ് ചോദിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതണം, എഡ്മണ്ട് സ്പെൻസർ മുതൽ പോയട്രി എഴുതുക. അതിനുശേഷം നമ്മൾ ഡയറക്റ്റായിട്ട്
പോയട്രി കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് ബേക്കൺ മുതൽ പ്രോസിലേക്ക് വരിക. ആൻഡ് ഡ്രാമ വരുമ്പോൾ വില്യം ഷേക്സ്പിയർ, യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ബെൻ ജോൺസൺ. പിന്നെ നമ്മൾ ഗോബർഡക്കും റാൾഫ് ഡോയിസ്റ്ററും ഒക്കെ മെൻഷൻ ചെയ്യുക. ഇതാണ് എലിസബത്തൻ ഏജ് ലാസ്റ്റ് പാർട്ട്. ഓക്കെ, താങ്ക്